കെ.പി.സി.സി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകാൻ കോൺഗ്രസ് മന്ത്രിസഭാ മോഡൽ പിന്തുടരാനാണ് ഇപ്പോഴത്തെ നീക്കം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി എ.ഐ.സി.സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചകൾ തുടങ്ങിയിട്ടുണ്ട്. 1/2 ഡസനോളം നേതാക്കളാണ് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തുള്ളത്. അതേസമയം അധ്യക്ഷ സ്ഥാനം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പ്രതികരിച്ചു. ഒരു ക്ലെയിമും വെച്ചിട്ടില്ല. പാർലമെന്റ് കമ്മിറ്റിക്ക് വന്നതാണ്, അത് ക്ലെയിം വയ്ക്കാനല്ല വന്നത്. ഒരു ക്ലെയിമും വെച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു വിവരവും എനിക്കില്ല. അത് നിങ്ങളോട് പറയാനും തക്ക ഒരു കാര്യവും എൻ്റെ കയ്യിലില്ല. അല്ല, ആഗ്രഹമുണ്ടെന്നോ ഇല്ലെന്നോ ഇപ്പോൾ പറയേണ്ട സാഹചര്യം ഇല്ല. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കാണുന്നതിന് അതിന് പ്രത്യേക ഇതൊന്നും ഇല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി അതിന് ശേഷം ആദ്യമായി ഡൽഹി വരുന്നു. ഞാനിവിടെ ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അതിനു മുമ്പും മുഖ്യമന്ത്രിയെ കണ്ടു. ഇന്നിപ്പോൾ ഡൽഹിയിലുള്ളപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ടു, അത്രേ ഉള്ളൂ. വിനീത വി.ജി. ഡൽഹിയിൽ നിന്ന് ചേർന്നു. ഒരിക്കൽ കൂടി വിനീത, ഇനിയിപ്പോൾ കോൺഗ്രസിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് കെ.പി.സി.സി പുനഃസംഘടനയാണ്. പുതിയ നേതൃത്വം ഉണ്ടാകണം. സണ്ണി ജോസഫ് മന്ത്രിയായതിനു ശേഷം സ്വാഭാവികമായിട്ടും അവിടെ പുതിയ അധ്യക്ഷൻ വരേണ്ടതാണ്. പക്ഷേ ആ സ്ഥാനത്തേക്ക് പോലും മത്സരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അടൂർ പ്രകാശിന്റെ പേരുണ്ട്, മാത്യു കുഴൽനാടന്റെ പേരുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് എം.പിയുടെ പേര് നേരത്തെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അദ്ദേഹം തന്നെ തള്ളിക്കളയുന്നുണ്ട്. ജോസഫ് വാഴക്കനുണ്ട്. അങ്ങനെ പല രീതിയിൽ പല വിഭാഗങ്ങൾ, പല പക്ഷങ്ങൾ പിടിച്ച് ഗ്രൂപ്പുകൾ എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു അന്തിമ തീരുമാനമൊക്കെ ഉണ്ടാവുക? ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന പേരുവിവരങ്ങൾ എന്താണ്? പ്രജിൻ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ നിന്ന് തിരികെ കേരളത്തിലേക്ക് അദ്ദേഹം മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എ.ഐ.സി.സി നേതാക്കളും ഒക്കെയായി തന്നെ കൂടിക്കാഴ്ച നടത്തി. ഒപ്പം തന്നെ നേതൃത്വത്തിന് അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട്. ഒരു വലിയ വിജയം കേരളത്തിൽ നേടിയതിനു ശേഷമാണ് അദ്ദേഹം തിരികെ ഡൽഹിയിലേക്ക് എത്തുകയും നേതാക്കളും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. ഈ കൂടിക്കാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കെ.പി.സി.സി പുനഃസംഘടന, ഈ അധ്യക്ഷ സ്ഥാനവും ഒക്കെയായുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് അദ്ദേഹം ഡൽഹിയിലെത്തി നേതാക്കളുമായി ഈ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇന്ന് ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഏതാണ്ട് അരമണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷം സോണിയാഗാന്ധിയുമായും ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ജൻപത്ത് 10 വസതിയിലെത്തിയായിരുന്നു ആ കൂടിക്കാഴ്ച. അത് ഏതാണ്ട് 1 മണിക്കൂറോളമാണ് ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് അങ്ങനെ പുറത്തുനിന്നുള്ള സന്ദർശകരെ ഒന്നും തന്നെ സോണിയാഗാന്ധി കണ്ടിരുന്നില്ല. കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലും ഒപ്പം തന്നെ അവരുടെ അഭിപ്രായം അറിയിക്കാനും ഒക്കെയായി എത്തിയപ്പോഴും ഈ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സോണിയാഗാന്ധി അവർക്ക് ഒരു സന്ദർശനത്തിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി എത്തിയപ്പോൾ സോണിയാഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച കൂടി നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെയായി കണ്ടത്. ഏതാണ്ട് 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് സമയം ലഭിച്ചില്ല. ശേഷം 26-ന് അദ്ദേഹം തിരികെ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണും. ഒപ്പം 26, 27 തീയതികളിലായി മറ്റ് കേന്ദ്രമന്ത്രിമാരെയൊക്കെ തന്നെ അദ്ദേഹം കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് കേരളത്തിൽ ഈ കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി എ.ഐ.സി.സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതെന്നുള്ളതാണ്. ഇതിൽ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും. ശരി, വിനീത വി.ജി. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.